തായ്വാനിലെ ദ്വീപിനു ചുറ്റും ചൈനീസ് സൈനിക പ്രവർത്തനങ്ങളിൽ ഗണ്യമായ വർധനവ് റിപ്പോർട്ട് ചെയ്ത തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം 11 ചൈനീസ് വിമാനങ്ങളും 6 ചൈനീസ് നാവിക കപ്പലുകളും 3 ചൈനീസ് ഉടമസ്ഥതയിലുള്ള കപ്പലുകളും അതിർത്തിക്ക് സമീപം കണ്ടെത്തിയിട്ടുണ്ട്. തായ്വാനും ചൈനയും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷ പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണിത്. ചൈന ദ്വീപിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട്. 11 ചൈനീസ് വിമാനങ്ങളിൽ 5 തായ്വാൻ അതിർത്തി കടന്ന് ദ്വീപിന്റെ മധ്യ തെക്ക് പടിഞ്ഞാറൻ തെക്ക് കിഴക്കൻ വ്യോമപ്രതിരോധ മേഖലകളിൽ പ്രവേശിച്ചതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. തായ്വാന്റെ പ്രതിരോധം പരീക്ഷിക്കാനും അവയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കാനും ചൈന നടത്തിയ ബോധപൂർവമായ ശ്രമമായാണ് ഈ പ്രകോപനപരമായ നീക്കം. നൂതന നാവിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ദ്വീപിന്റെ തീരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് തായ്വാൻ പരിസരത്ത് ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സൈനിക റോന്തുചുറ്റൽ. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സംഘർഷ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിക്കൊണ്ട് ചൈന മേഖലയിലേക്ക് അത്യാധുനിക നാവിക കപ്പലുകളും വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. ചൈനയിൽ നിന്നുള്ള വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ നേരിടാൻ തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ്-ടെ ഒരു ഉന്നതതല ദേശീയ സുരക്ഷാ സമ്മേളനം വിളിച്ചു ചേർത്തു. തായ്വാന്റെ ജനാധിപത്യത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള ഏതൊരു ഭീഷണിയെയും നിർവീര്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസിഡന്റ് പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകി. തായ്വാനും ചൈനയും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ അന്താരാഷ്ട്ര സമൂഹവും ശ്രദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് മേഖലയിലെ ചൈനയുടെ ആക്രമണാത്മക പെരുമാറ്റത്തെക്കുറിച്ച് അമേരിക്ക ആശങ്ക പ്രകടിപ്പിക്കുകയും തായ്വാന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിതി സങ്കീർണവും ബഹുമുഖവുമാണ്. ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികവുമായ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തായ്വാനെ പ്രധാന ഭൂപ്രദേശവുമായി വീണ്ടും ഒന്നിപ്പിക്കേണ്ട ഒരു വിമത പ്രവിശ്യയായാണ് ചൈന കാണുന്നത്. അതേസമയം സ്വന്തം സർക്കാരും സമ്പദ്വ്യവസ്ഥയുമുള്ള ഒരു പരമാധികാര രാഷ്ട്രമായിട്ടാണ് തായ്വാൻ ഭരണകൂടം തങ്ങളെ കാണുന്നത്. സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇരുപക്ഷവും സംയമനം പാലിക്കുകയും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് നയതന്ത്ര ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നയതന്ത്ര ശ്രമങ്ങളിലൂടെയും തായ്വാന്റെ പ്രതിരോധത്തിനുള്ള പിന്തുണയിലൂടെയും മേഖലയിൽ സ്ഥിരതയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹവും പങ്കുവഹിക്കേണ്ടതുണ്ട്. ഹ്രസ്വകാലത്തേക്ക് തായ്വാൻ ജാഗ്രത പാലിക്കുകയും ദ്വീപിനു ചുറ്റുമുള്ള ചൈനീസ് സൈനിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് തുടരുകയും വേണം. പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും സാധ്യമായ സംഘർഷത്തിന് തയ്യാറെടുക്കുന്നതിനുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം. ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ശാശ്വത പരിഹാരത്തിന് തായ്വാനോടുള്ള ചൈനയുടെ സമീപനത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ആവശ്യമാണ്. തായ്വാന്റെ പരമാധികാരം ചൈന അംഗീകരിക്കുകയും ദ്വീപിനെ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. സമാധാനപരമായ ചർച്ചകളിലൂടെയും ബഹുമാനത്തോടെയും മാത്രമേ ഇരുവിഭാഗത്തിനും സ്ഥിരത, സുരക്ഷ, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാത കണ്ടെത്താൻ കഴിയൂ. സാഹചര്യം അസ്ഥിരമാണെങ്കിലും ശ്രദ്ധാപൂർവമായ നയതന്ത്രം, സംയമനം, സമാധാനത്തിനായുള്ള പ്രതിബദ്ധത എന്നിവയിലൂടെ സംഘർഷം ഒഴിവാക്കാനും തായ്വാനും ചൈനയ്ക്കും ഗുണകരമാകുന്ന ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനും കഴിയും.